ഹായ് നോക്കൂ, ഈ നിൽക്കുന്ന കാ കണ്ടോ നിങ്ങൾ? വളരെ ഔഷധ ഗുണമായിട്ടുള്ള എരിക്കിൻ്റെ കാകളാണ് ഈ പിടിച്ച് നിൽക്കുന്നത്. ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ വിളവ് പരുവായിട്ടുള്ളത് നോക്കാം. ഇതാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്കിതിലൊരു കാ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിനകത്ത് എന്താണെന്നുള്ളത്. നല്ല കറയായിരിക്കും, വളരെ വിളഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ബ്ലൈഡും വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് ഹൈറ്റിലാണ് എങ്കിലും കട്ട് ചെയ്യാണ്. ഇതുപോലെ നമുക്കൊന്ന് കീറിയെടുത്ത് ഇതിനകത്ത് നോക്കണമല്ലോ. റബ്ബറിൻ്റെ പാല് കണക്ക് നല്ല ടൈറ്റാണ് ഈ എരിക്കിൻ്റെ കറയ്ക്ക്. അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അതിനകം കണ്ടോ, നല്ല സ്പോഞ്ച് കണക്ക് ഇരിക്കുക കേട്ടോ. അത് നല്ല ചകിരിക്കെട്ടൊക്കെ ഉള്ളതുപോലെ ഇങ്ങനെ കീറിയെടുക്കാം. ഒരു കൈ കൊണ്ട് പൊളിച്ചെടുക്കാനാണ് വലിയ പാട്. നല്ല ടൈറ്റാണ്. അതിനകത്തൊരു കായിരിക്കുന്നുണ്ടോ, ആ കുരു നന്നായിട്ട് പഴുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇതിനെ അപ്പൂപ്പൻ താടി എന്നൊക്കെ പറയും. ഇങ്ങനെ കാറ്റത്ത് പറന്നു പോവും. എല്ലാവർക്കും അറിയാലോ. ആ ഒരു സാധനം വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. നെറ്റ് വല കണക്ക് പൊതിഞ്ഞിരിക്കുകയാണ്. കായ നമുക്ക് എടുക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. എന്തായാലും കിട്ടി. കണ്ടോ, ഇത്രയും വലിപ്പമുണ്ടേ. കൊള്ളാല്ലേ? ഇനിയും വിളയാൻ ഒരുപാടുണ്ട്. അങ്ങനെ എരിക്കിൻ്റെ കായെ നമ്മളെല്ലാവരും കൂടെ കൂടി ഓപ്പറേഷൻ ചെയ്തു അല്ലേ. അങ്ങനെ അത് വിളയാതെ പോയല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഔഷധമുള്ളതാണ്. അതായത് നമ്മുടെ ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടെങ്കിൽ, വേദനയുള്ള ഉപ്പൂറ്റിയിൽ ഇല വെച്ച് ഷോർട്ട്സ് ഇട്ട് കിടന്നുറങ്ങിയാൽ വേദന പാടെ ക്ഷമിക്കുമെന്നാണ് പൊതുവെ പറയാറുള്ളത്.